ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ മാസത്തിൻ്റെ ഈ അവസാന ദിവസം കർത്താവായ യേശു കർത്താവിൻ്റെ സംസ്കാര ശുശ്രൂഷ നടക്കുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 42 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ വൈകുന്നേരമായപ്പോൾ ശബത്തിന് തലേനാളായ ഒരുക്കനാളാകൊണ്ട് ശ്രേഷ്ഠമന്ത്രിയും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ അരിമത്യയിലെ യോസേഫ് വന്നു. ധൈര്യത്തോടെ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിൻ്റെ ശരീരം ചോദിച്ചു. അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് ആശ്ചര്യപ്പെട്ടു. ശതാധിപനെ വിളിച്ചു. അവൻ മരിച്ചിട്ട് ഒട്ടുനേരമായോ എന്ന് ശതാധിപനോട് വസ്തുത ചോദിച്ചറിഞ്ഞിട്ട് ഉടൻ യോസേഫിനെ നൽകി. അവനൊരു ശീല വാങ്ങി അവനെ ഇറക്കി ശീലയിൽ ചുറ്റിപ്പൊതിഞ്ഞു. പാറയിൽ വെട്ടിയിട്ടുള്ള കല്ലറയിൽ വെച്ചു. കല്ലറവാതിക്കൽ ഒരു കല്ല് ഉരുട്ടി വെച്ചു. അവനെ വെച്ച ഇടം മഗ്ദലക്കാരത്തി മറിയയും യോസയുടെ അമ്മ മറിയയും നോക്കിക്കണ്ടു. വളരെ ശക്തമായൊരു ഭാഗം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കർത്താവിൻ്റെ മരണത്തിൽ ആ സംസ്കാര ശുശ്രൂഷയിൽ അരിമത്യയിലെ യൂസഫ് സമ്പന്നനാണ്, രഹസ്യ ശിഷ്യനാണ്. യേശു കർത്താവിന് ധാരാളം രഹസ്യ ശിഷ്യന്മാരുണ്ട്. ആ രഹസ്യ ശിഷ്യനായി ഇരുന്ന യോസഫാണ് ഗംഭീരമായി ആ സംസ്കാര ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത്. അവിടെ വായിക്കുന്ന മറ്റൊരു കാര്യം, ഈ 2 മറിയമാർ യേശു കർത്താവിനെ എവിടെ വയ്ക്കുന്നെന്ന് നോക്കിയിരുന്നു. കാരണം 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് എന്നെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളുടെ മരണത്തിൽ എവിടെ സംഭവിക്കട്ടെ, നമ്മുടെ സംസ്കാര ശുശ്രൂഷയിൽ ദൈവം കാര്യങ്ങൾ ക്രമീകരിക്കും. മോശയുടെ സംസ്കാര ശുശ്രൂഷയിൽ ദൂതന്മാരെ ദൈവം വിട്ടു. അതുപോലെ എന്നെയും നിങ്ങളെയും സംസ്കാര ശുശ്രൂഷയിൽ ദൈവമാണ് ക്രമീകരണം ചെയ്യുന്നതെന്നോർത്ത് ധൈര്യം പ്രാപിക്കാൻ സാധിക്കണം. മാത്രമല്ല, രണ്ടാമത് ആ ഉയർപ്പിൻ്റെ ശക്തി നമ്മൾക്കുണ്ടാകണം. ഉയർക്കുമെന്നുള്ള വിശ്വാസം, നമ്മൾ മരണപ്പെട്ടാൽ, നമ്മളെ സംസ്കരിച്ചാൽ അതുവരെ ഉറക്കം മാത്രമാണ്, നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള വലിയ പ്രത്യാശയും എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾക്ക് മുമ്പേ പോയിട്ടുള്ള ധാരാളം വിശുദ്ധന്മാരുണ്ട്. യേശുവിൻ്റെ സംസ്കാര ശുശ്രൂഷ പോലെ അവരും ഉയർക്കുമ്പോൾ ഞങ്ങൾക്ക് ഉയർപ്പാനുള്ള കൽപ്പ് ഞങ്ങൾക്കും തരുവാൻ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങളെപ്പോഴും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ദൈവഭയത്തോടെ ജീവിക്കുന്നവരായിരിക്കണമേ. പാപത്തിൽ നിന്ന് മാറി പരിശുദ്ധിയിൽ ജീവിച്ച് കർത്താവെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരുവാനുള്ള വലിയ ഒരു ഭയം ഞങ്ങൾക്കുണ്ടായിരിക്കണം. ഈ വചനത്താൽ നിന്റെ മക്കൾ ശക്തരായി തീരട്ടെ. കഴിഞ്ഞൊരു മാസക്കാലം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച വലിയ കൃപയ്ക്കായി സ്തോത്രം. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമീൻ. ഗോഡ് ബ്ലസ് യു.